ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം. വീട്ടിൽ സമ്പത്തുണ്ടെങ്കിലും സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ അത് വീട്ടുകാരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കും. വാസ്തു സംബന്ധമായ തെറ്റുകളാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് പിറകിലെ കാരണങ്ങളും. വാസ്തു സംബന്ധമായ ഏതൊക്കെ തെറ്റുകളാണ് വീട്ടിൽ സമാധാനക്കേടുണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. വീടിന്റെ പ്രധാന വാതിലിന് മുന്നിലായി നിൽക്കുന്ന മരം വാസ്തു സംബന്ധമായ മോശപ്പെട്ട അവസ്ഥ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരിക്കലും പ്രധാന വാതിലിന് അഭിമുഖമായി മരം ഉണ്ടാവരുത്. ഇത് വീട്ടുകാർക്ക് ദോഷം ചെയ്യുമെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. വീടിന്റെ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഒരിക്കലും കണ്ണാടിയിലേക്ക് ദർശനം വരാൻ പാടില്ല. പല വീടുകളിലും ഇപ്പോൾ അത്തരത്തിലാണ് കണ്ണാടി സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് തെറ്റായ പ്രവണതയാണ്. പല വീടുകളിലും അലമാരയൊന്നും കൃത്യമായ രീതിയിൽ പൂട്ടിയിടാറില്ല. ഇതും വാസ്തുശാസ്ത്രപരമായ ഒരു തെറ്റായ സമീപനമാണ്. വാതിലിന്റെയും അലമാരയുടെയും കുറ്റിയും കൊളുത്തും കൃത്യമായി പൂട്ടിയിടേണ്ടത് ശരിക്കും പ്രവർത്തിക്കേണ്ടതും ആണ്. ഒരിക്കലും ചോരുന്ന പൈപ്പ് വീട്ടിൽ വെക്കാൻ പാടില്ല. ഇത് വാസ്തുശാസ്ത്രപരമായി തെറ്റായ ഒരു കാര്യമാണ്. ഇത് വീട്ടിലെ സമ്പത്തും സമാധാനവും ചോർന്നു പോകും എന്നതിന്റെ സൂചനയാണ്. വീട്ടിൽ മുറികളിലെല്ലാം കൃത്യമായി വെളിച്ചവും വായുവും എത്തണം. ഇരുണ്ട മുറികളും വായു കടക്കാത്ത മുറികളും കുടുംബത്തിൽ വഴക്കിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കും. ഉപയോഗമില്ലാത്ത വസ്ത്രങ്ങൾ ഒരിക്കലും വീടിന്റെ മൂലയിൽ കൂട്ടിയിടരുത്. ഇത് വീട്ടിൽ നെഗറ്റീവ് എനർജിയെ വിളിച്ചു വരുത്തും. മാത്രമല്ല, അഴുക്ക് നിറഞ്ഞ വസ്ത്രങ്ങളും ഇത്തരത്തിൽ ഒരിക്കലും കൂട്ടിയിടരുത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾക്ക് വീട്ടിൽ സ്ഥാനം കൊടുക്കരുത്. ഇത് വാസ്തു സംബന്ധമായ തെറ്റ് അല്ല, അതിലുപരി നെഗറ്റീവ് എനർജി വീട്ടിലും വീട്ടുകാരിലും നിറയ്ക്കുന്ന ഒന്നാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.